മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ്. കോട്ടയത്തെ നവജാത ശിശു വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പ്രതികൾ അസം സ്വദേശിനിയുമായി നടത്തിയ വാട്സാപ്പ് ചാറ്റുകൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. കുട്ടിയെ വിൽക്കുന്നുണ്ടോ എന്ന് പ്രതികളുടെ ചോദ്യം. ഇല്ലെന്ന് അസം സ്വദേശിനിയുടെ മറുപടി. കുട്ടിയെ വിറ്റാൽ 2 ലക്ഷം രൂപ തരാമെന്ന് വാട്സാപ്പ് സന്ദേശം. അതേസമയം കേസിൽ തൊടുപുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഭവം നടന്നത് തൊടുപുഴയിലായതിനാൽ കേസ് അങ്ങോട്ട് മാറ്റിയിരുന്നു. ഷിനോജിസ്റ്റിയാണ് ഈ വാർത്ത ആദ്യം തന്നെ കേരളത്തെ അറിയിക്കുന്നത്. അതിന് പിന്നാലെ അതിൻ്റെ അപ്ഡേറ്റുകൾ ഓരോന്നായി പുറത്തേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട തെളിവ് കൂടി പുറത്തേക്ക് വിട്ടുകഴിഞ്ഞു. ഷിനോജ് എസ് ടി തത്സമയം ചേരുന്നുണ്ട്. ഷിനോജ്, കേരളം ഞെട്ടലോടുകൂടി കേട്ട ഒരു വാർത്തയാണ്. അതിൽ പ്രധാനപ്പെട്ട തെളിവായി ഈ വാട്സാപ്പ് ചാറ്റുകൾ മാറുകയാണോ? ഒരു നൊന്ത് പ്രസവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു അമ്മയോട് ആ കുഞ്ഞിനെ, സ്വന്തം കുഞ്ഞിനെ, ചോരക്കുഞ്ഞിനെ വിൽക്കുമോ എന്ന് ചോദിക്കുകയാണ്. അവിടെ വിലപേശലാണ്. ലക്ഷം പറയുന്നു വില, പിന്നീടും പറയുന്നു. അങ്ങനെ നിരന്തരം ഉള്ള നിർബന്ധ ബുദ്ധിയോടുകൂടിയുള്ള ഒരു ചാറ്റാണോ പുറത്തേക്ക് വരുന്നത്? അപ്പോൾ ഇത് എത്രത്തോളം ഈ അന്വേഷണത്തിൽ നിർണായകമായേക്കും ഷിനോജ്? പ്രത്യേകിച്ച് ഈ കുട്ടികളുടെ വിൽപ്പന അങ്ങ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഉത്തരേന്ത്യയിലേക്ക് സമാനമായ രീതിയിൽ വാർത്തകളൊക്കെ തന്നെ കേട്ടിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ അത്തരത്തിലൊരു വാർത്ത കേൾക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. അതിൻ്റെ ഒരു ഞെട്ടൽ ആണ് ഈ സത്യത്തിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ആദ്യം നമുക്ക് കേൾക്കുന്ന സമയത്ത്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ ആദ്യ ഘട്ടത്തിൽ ലഭിക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്കൊക്കെ തന്നെ ഉണ്ടായത്. പ്രത്യേകിച്ച് തീക്കോയ് പോലെയുള്ള ഒരു മലയോര മേഖല, ആ മലയോര മേഖലയിൽ ഇത്തരത്തിൽ സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്നിടത്ത് ഇത്തരത്തിലൊരു സംഘം പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ഞെട്ടലോടുകൂടി മാത്രമേ അതിനെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്തായാലും വലിയ റാക്കറ്റ്, വലിയൊരു വമ്പൻ നെക്സസ് ഈ കുട്ടികളുടെ കടത്തുമായി ബന്ധപ്പെട്ട് ഈ തീക്കോയ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ട ഈ വാട്സപ്പ് ചാറ്റുകൾ എന്ന് പറയുന്നത്. ഈ അസം സ്വദേശിനിയായിട്ടുള്ള 22 വയസ്സുകാരിയുമായി ഈ പ്രതികളിൽ ഒരാൾ കൊല്ലം സ്വദേശിയായിട്ടുള്ള അനീന നടത്തിയ വാട്സപ്പ് ചാറ്റാണ് രാവിലെ മാതൃഭൂമി ന്യൂസ് പുറത്തേക്ക് വിട്ടത്. തീർത്തും നമ്മൾ ഈ പഴയ സാധനങ്ങളൊക്കെ വാങ്ങുന്ന അതേ ലാഘവത്തോടു കൂടിയാണ് ഈ വാട്സപ്പ് ചാറ്റിലൂടെ ഈ പ്രതികളിൽ ഒരാളായിട്ടുള്ള അനീന ഈ അസം സ്വദേശിനിയോട് നിങ്ങളുടെ കുഞ്ഞിനെ വിൽക്കുന്നോ എന്ന് ചോദിക്കുന്നത്. അതായത് ഇംഗ്ലീഷിൽ സാധാരണ അത്ര വലിയ ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ള ആളൊന്നുമല്ല ഈ പ്രതി എന്ന് ഈ വാട്സപ്പ് ചാറ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. യു ബേബി ഇൻ സെയിൽ എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഈ അസം സ്വദേശിനി പറയുന്നുണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പറയുന്നത് യു ഡെലിവർ ദ ബേബി ഇൻ ഐ ആം പേ 2 lakh, 2 ലക്ഷം രൂപ നിങ്ങളുടെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടിയെ തന്നു കഴിഞ്ഞാൽ തരാം. അതായത് കൃത്യമായ രീതിയിലുള്ളൊരു കുട്ടികളുടെ നവജാത ശിശുക്കളുടെ കച്ചവടം തീക്കോയ് കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നത് ഏറ്റവും വലിയ തെളിവാണ് ഈ നമ്മൾ ഇന്ന് രാവിലെ പുറത്തുവിട്ട ഈ ചാറ്റുകൾ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഓപ്പറേഷൻ ഇവരെങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഗർഭിണികളെ കണ്ടെത്തുന്നത്, ഇതര സംസ്ഥാനത്ത് നിന്ന് ഈ ഗർഭിണികളെ എങ്ങനെയാണ് കേരളത്തിലേക്ക് എത്തിക്കുന്നത് അതിനെ സംബന്ധിച്ചൊക്കെ തന്നെ ഈ ചാറ്റ് പൂർണ്ണമായും വായിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുകയാണ്. എന്തായാലും മറ്റേതെങ്കിലും തരത്തിൽ നിയമവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാത്ത സ്ത്രീകളെ തേടിപ്പിടിച്ചാണ് ഈ സംഘം ഈ റാക്കറ്റ് അവരുടെ വലയിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. ഈ പെൺകുട്ടിയോട് തന്നെ, അസം സ്വദേശിനിയായ പെൺകുട്ടിയോട് തന്നെ ഈ സംഘത്തിലെ ഒരാൾ പറഞ്ഞത്, നിനക്ക് കാര്യമില്ലല്ലോ, ഈ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ ദുബായിലേക്ക് കടത്തിവിടും എന്നൊരു കാര്യമൊക്കെയാണ് പറഞ്ഞത്. ഇത് കേട്ടിട്ടാണ് ഈ പെൺകുട്ടി പേടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമൊക്കെ തന്നെ നടത്തുന്നത്. എന്തായാലും പോലീസ് കൃത്യമായ രീതിയിൽ തന്നെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടത് ഒരു വമ്പൻ റാക്കറ്റ് ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് പോലീസിന് ഇതിനോടൊപ്പം തന്നെ വ്യക്തമായി കഴിഞ്ഞു. എന്തായാലും എങ്ങനെയായിരിക്കും ഷിനോജ്? ഇതിന്റെ നെറ്റ്വർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവരുടെ മോഡസ് ഓപ്പറാണ്ടി, ഇവരുടെ ഈ രീതി, കൃത്യത്തിൻ്റെ രീതി ആളുകളെ വലയിലാക്കുമ്പോൾ കൂടുതൽ ആളുകൾ വന്നു പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല ഈ കുഞ്ഞുങ്ങളെയൊക്കെ വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ വാങ്ങിയ ആളുകൾ, അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം വേണം. അപ്പോൾ എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തി വലിയ രീതിയിലൊരു കൊള്ളയാണ്. തട്ടിപ്പുകൾ പലവിധമാണ് ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എത്രത്തോളം പണസമ്പാദനം നടത്തിയിട്ടുണ്ട്, കൂടുതൽ കണ്ണികൾ, ഇതേക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ ഈ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടോ? അന്വേഷണത്തിൻ്റെ ഘട്ടം എവിടെ വരെ നിന്നിട്ടുണ്ട്? നമുക്ക് ഇപ്പോൾ അറിയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, പോലീസ് എല്ലാ കാര്യങ്ങളും എന്തായാലും അന്വേഷണത്തിൻ്റെ മധ്യ ആയതുകൊണ്ട് പങ്കുവയ്ക്കില്ലായിരിക്കാം. എങ്കിലും നമുക്കിതിൻ്റെ എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് ഈ തട്ടിപ്പ്? പ്രതീക്ഷ, പോലീസ് ഇപ്പോഴും വിട്ടു പറയാത്ത കാര്യം എത്രത്തോളം കുട്ടികളെ ഈ സംഘം കച്ചവടം ചെയ്തിട്ടുണ്ട് എന്ന് സംബന്ധിച്ചാണ്. ഒരു കുട്ടി എന്നതാണ് പോലീസിൻ്റെ നിലവിലെ കണക്ക് എന്ന് പറയുന്നത്. പക്ഷേ അതിലേക്ക് മേലെ ആ കണക്കിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് സംബന്ധിച്ച് പോലീസ് ഇപ്പോഴും ഒരു വ്യക്തത നൽകിയിട്ടില്ല. 6 മാസങ്ങൾക്ക് മുൻപ് തൊടുപുഴ കേന്ദ്രീകരിച്ച് ഇതേ സംഘം തന്നെ ഒരു കുട്ടി വിൽപ്പന നടത്തിയതായി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് പ്രതികളിൽ ഒരാളായ രാജുവിൻ്റെ മൊഴിയിലാണ് അത്തരത്തിൽ ആ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. അതായത് തമിഴ്നാട് സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീ, അവർ
ഈ തൊടുപുഴയിലുള്ളൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രസവിക്കുന്നു. ആ കുട്ടിയെ ഇത്തരത്തിൽ 3 ലക്ഷം രൂപയ്ക്ക് മറ്റൊരു ദമ്പതികൾക്ക് മറിച്ചു വിറ്റു എന്നതാണ് ഈ രാജയുടെ മൊഴി എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ കുട്ടി ഈ വാങ്ങിയ ആൾക്കാർ എവിടെ നിന്ന് എത്തിയ ആൾക്കാരാണ്, ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ ആ സമയത്ത് 6 മാസം മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തൊടുപുഴയിൽ ഇത്തരത്തിൽ ഈ പ്രസവം നടക്കുന്നത്. ആ സമയത്ത് അവിടെ എത്തിയ ആൾക്കാരൊക്കെ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കഴിയുന്നുണ്ട്. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് തൊടുപുഴ പോലീസ് നിലവിൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുന്നത്. ഇനി മറ്റേതെങ്കിലും കുട്ടികൾ, എത്രത്തോളം കുട്ടികളെ ഇവർ വിറ്റിട്ടുണ്ടായെന്ന് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയിലേക്ക് വരണമെങ്കിൽ ഈ 3 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യതയാണ്. ഒരുപക്ഷെ തിങ്കളാഴ്ചയായിരിക്കും ഈ 3 പ്രതികളെയും കസ്റ്റഡിയിൽ കിട്ടുക എന്നാണ് പോലീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.